CBI കുറ്റപത്രത്തിൽ CPM-ന് ഇത്ര വിശ്വാസമോ? CR നീലകണ്ഠൻ. പെരിയ കേസിൽ CBI അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടത്തി ശിക്ഷിക്കപ്പെട്ടപ്പോൾ പോലും CBIയെ വിമർശിക്കുന്ന CPM വാളയാർ കേസിൽ CBI നൽകിയ അനുബന്ധ കുറ്റപത്രത്തിനെ വിശ്വസിക്കുന്നത് അപഹാസ്യമാണെന്ന് CR നീലകണ്ഠൻ പറഞ്ഞു. ആരാണ് കൊലപാതകി? എന്താണ് കൊലപാതകത്തിന് കാരണം? ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് വന്നത്. അല്ലാണ്ട് അമ്മയുടെ സദാചാരം അന്വേഷിക്കൽ CBIയുടെ പണിയാണ്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ അമ്മയെ പ്രതിയാക്കിയോടുകൂടി അവർ ഡിഫൻസീവിലാവും എന്നൊരു തെറ്റിദ്ധാരണയാണ് ഉള്ളതെങ്കിൽ ഒരു സംശയവും വേണ്ട, സമരസമിതി കൂടുതൽ ശക്തമായിട്ട് വരികയാണ്. കാരണം അപ്പൊ അമ്മയും കൂടി ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്മയെ അച്ഛനെ ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അതിന് നിയമ പോരാട്ടം തുടരും. ഈ കുറ്റപത്രം നിലനിൽക്കില്ല. മുൻപിലത്തെ കുറ്റപത്രത്തിനേക്കാൾ മോശമായ അഭിപ്രായത്തിൽ കുറ്റപത്രം പോകും. ഈ കുറ്റപത്രം പോയാൽ ഇപ്പൊ കുറ്റപത്രത്തിൽ ആഘോഷിക്കുന്നവരെന്ത് പറയും? മാത്രമല്ല, ഇപ്പൊ കുറ്റപത്രം ഒന്നും അമ്മ കുറ്റക്കാരിയാണെന്ന് പറയുന്ന ആളുകൾ പലരും യഥാർത്ഥത്തിൽ പെരിയ കേസ് വന്നപ്പോൾ ശിക്ഷിച്ചപ്പോൾ പോലും കുറ്റക്കാരല്ല എന്ന് പറഞ്ഞവർ, ശിക്ഷിച്ച പ്രതികൾ കുറ്റക്കാരല്ല എന്ന് പറഞ്ഞ ആളുകളാണ് കുറ്റപത്രത്തിൽ പേര് വന്നപ്പോൾ ഇപ്പോ അമ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞല്ലോ എന്ന് വന്നു. അവിടെയാണ് അതിലെ വ്യത്യാസം നമ്മൾ കാണുന്നത്. രാഷ്ട്രീയമായ വ്യത്യാസം കാണുന്നത് അവിടെയാണ്. നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. നമ്മൾ ഒരാൾക്കെതിരെയും പരാതി. CBI ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ CBIയുടെ അടുത്ത് ഈ തെളിവ് കൊണ്ടുവന്നു, സെലോഫിൻ ടെസ്റ്റ്, ഉയരത്തിന്റെ ടെസ്റ്റ് കൊണ്ടുവന്നു. CBI ഞങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്, കൊലപാതകമാണെങ്കിൽ പ്രതിയെ നിങ്ങൾ കാണിച്ചു തരും. CBI പ്രതിയെ ഞങ്ങൾ കാണിച്ചു തരാണെങ്കിൽ പിന്നെ CBI എന്തിനാണ്? മാത്രമല്ല, ഒരു കാര്യം കൂടി, 1.5 വർഷം മുമ്പ് ഇതിന്റെ CBIയുടെ സ്റ്റാൻഡിംഗ് കൌൺസിലായ വക്കീൽ എറണാകുളത്ത് നിന്ന് പ്രഖ്യാപിച്ചതാണ് അമ്മയച്ഛനെയും ഞങ്ങൾ പ്രതിയേർക്കും. ഇത് നിങ്ങളെ ഇന്ന് വൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയച്ഛനും പ്രതിയേർക്കുമെന്ന് തീരുമാനിച്ച് കേസ് അന്വേഷിച്ചത് CBI ആണ് ഇവിടെയുള്ളത്. അപ്പൊ ആരാ അന്വേഷിച്ചത്? DYSP ആണോ അന്വേഷിച്ചത്, അതോ വക്കീലാണോ അന്വേഷിച്ചത് എന്നുള്ളതാണ് പ്രശ്നം. സ്റ്റാൻഡിംഗ് കൌൺസിലാണോ കേസ് അന്വേഷിക്കുന്നത്? അത് തീരുമാനിക്കുന്നത്. സ്റ്റാൻഡിംഗ് കൌൺസിൽ ആദ്യം തീരുമാനിച്ച് അതിനനുസരിച്ച് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രതികാര നടപടിയാണ്, സമരത്തിനോടുള്ള പ്രതിഷേധമാണ്. CBI വല്ലാതെ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. കമാൽ പാഷ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് CBI കൃത്യമായി വിലയിരുത്തി പറഞ്ഞിട്ടുണ്ട് ആരുടെ കൂട്ടിലാണ് ഈ തത്ത കിടക്കുന്നത്. അപ്പൊ ഇവിടെ ആരുടെയൊക്കെ കൂട്ടിലാണ് ഈ തത്ത എന്നുള്ളത് കമാൽ പാഷ സാറ് ചോദിച്ച ചോദ്യം വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്. ഏത് കൂട്ടിലാണ് ഈ തത്ത കിടക്കുന്നത്? വാളയാറിൽ കൊല്ലപ്പെട്ട മൂത്ത കുഞ്ഞിന്റെ 8ാം ഓർമ്മ ദിവസം ആചരിക്കുന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു CR നീലകണ്ഠൻ. ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ ഉണ്ടായിട്ടും കൊലപാതക സാധ്യത അന്വേഷിക്കാൻ ശ്രമിക്കാതെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് CBI ശ്രമിക്കുന്നത്. ഏതുതരം ഭീഷണിയെയും എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് ജനകീയവും നിയമപരവുമായ പോരാട്ടങ്ങൾ തുടരുന്നതിന് യോഗം തീരുമാനിച്ചു. യോഗത്തിൽ വിളയോടി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. VM മാർസൺ വിശദീകരണം നൽകി. അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് K മായാണ്ടി മാരിയപ്പൻ, കനകദാസ്, TP വിൻസെന്റ് കോഴിപ്പാറ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഗോപാലൻ മലമ്പുഴ, ചാമുണ്ണി V വിജയൻ, ശ്രീനാഥ് കടമ്പഴിപ്പുറം, കാർത്തികേയൻ, രമണൻ S കൃഷ്ണൻ, രാധാകൃഷ്ണൻ വിത്തനശ്ശേരി, ബാലചന്ദ്രൻ പുതുവയൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സലിൽ ലാൽ അഹമ്മദ് നന്ദി പറഞ്ഞു.